ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, VFA, ബെക്കോ എന്നിവയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 2025 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ വരെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ജൂൺ മാസത്തിലെ ഇന്ന് ലാസ്റ്റ് പാർട്ടാണ് ജൂൺ മാസത്തിലെ 2025 കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ കൊണ്ട് ജൂൺ മാസത്തെ തീരും കേട്ടോ. നാളെ മുതൽ നമുക്ക് ജൂലൈ മാസത്തെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോയാലോ. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്താണ്? പ്രഥമ IGF ആർച്ചർ അമിത് സ്റ്റോറി ടെല്ലർ അവാർഡ്. എന്ത് അവാർഡാണ്? പ്രഥമ IGF ആർച്ചർ അമിത് സ്റ്റോറി ടെല്ലർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശാലിനി മുള്ളിക്കനാണ് കേട്ടോ. ശാലിനി മുള്ളിക്കൻ എന്ത് അവാർഡാണ് കിട്ടിയത്? പ്രഥമ IGF ആർച്ചർ അമിത് സ്റ്റോറി ടെല്ലർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശാലിനി മുള്ളിക്കനാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായിട്ട് ഒരുങ്ങുന്ന മലയാള സിനിമ. 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയില് പ്രദർശനത്തിനായിട്ട് ഒരുങ്ങുന്ന മലയാള ചിത്രമാണ് വിക്ടോറിയ എന്ന് പറയുന്നത്. ഏതാണ്? വിക്ടോറിയ. അടുത്ത ക്വസ്റ്റ്യൻ, സംവിധാൻ ഹത്യാ ദിവസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് 2025 കാര്യമാണ്. 2025 സംവിധാൻ ഹത്യാ ദിവസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ജൂൺ 25. ഏതാണ്? ജൂൺ 25. പ്രത്യേകത എന്താണ്? സംവിധാൻ ഹത്യാ ദിവസം. സംവിധാൻ ഹത്യാ ദിവസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ജൂൺ 25 ഓർക്കുക. ഇതിനടുത്തത് ഒരു ഇൻഡെക്സ് ആണ്. 2025 പുറത്തുവിട്ട ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ഏതാണ്? 2025 പുറത്തുവിട്ട ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള നഗരം കോപ്പൻഹേഗൻ ആണ്. രണ്ടാം സ്ഥാനം വിയന്ന, മൂന്നാം സ്ഥാനം സൂറിച്ച്. ഓക്കെ, അപ്പൊ 2025 ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് വന്നത് കോപ്പൻഹേഗൻ ആണ്. രണ്ടാം സ്ഥാനത്ത് എത്തിയ നഗരം വിയന്നയും, മൂന്നാം സ്ഥാനത്താണ് സൂറിച്ച്. ഓക്കെ, ഇതിനടുത്തത് വിരമിക്കൽ. 2025 ജൂണിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ചെക്ക് റിപ്പബ്ലിക് ടെന്നീസ് താരം ആരാണ്? വിരമിക്കൽ പ്രഖ്യാപിച്ച 2025 ജൂണില് വിരമിക്കൽ പ്രഖ്യാപിച്ച ചെക്ക് റിപ്പബ്ലിക് ടെന്നീസ് താരത്തിന്റെ പേരാണ് പെട്ര കവിത്ര. പെട്ര കവിത്ര. അപ്പൊ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇവര് ചെക്ക് റിപ്പബ്ലിക് ടെന്നീസ് താരമാണ്. ആരാണത്? പെട്ര കവിത്രയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മാലിന്യം നീക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിളിന്റെ പേരെന്താണ്? മാലിന്യം നീക്കം ചെയ്യാനായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിളിന്റെ പേരാണ് ഹരിതവാഹിനി. ഹരിതവാഹിനി. ഓക്കെ, അടുത്തത് അവാർഡാണ്. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച മലയാളി. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയാണ് ഷെവലിയർ പുരസ്കാരം എന്ന് പറയുന്നത്. അത് ലഭിച്ച മലയാളിയാണ് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ്. പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിക്കാണ് 2025 ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തു വയ്ക്കുക. ആർക്കാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു പുസ്തകമാണ്. ഡോക്ടർ ഹാർട്ട്. പുസ്തകത്തിന്റെ പേരെന്താ? ഡോക്ടർ ഹാർട്ട്. ഡോക്ടർ ഹാർട്ട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? K. കുഞ്ഞാലിയാണ്. K. കുഞ്ഞാലിയുടെ പുസ്തകമാണ് ഡോക്ടർ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡോക്ടർ ഹാർട്ട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കുഞ്ഞാലിയാണ്. K. കുഞ്ഞാലി. ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ വെസ്റ്റിന്റെ സംസ്കൃത വ്യാകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനമായിട്ടൊരു രാജ്യം നൽകിയായിരുന്നു. അത് ഏത് രാജ്യമാണ്? ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യ. എന്താണ് ക്രൊയേഷ്യ നരേന്ദ്രമോദിക്ക് നൽകിയത്? വെസ്റ്റിന്റെ സംസ്കൃത വ്യാകരണം പ്രൈം മിനിസ്റ്ററായ നമ്മുടെ നരേന്ദ്രമോദിക്ക് സമ്മാനമായിട്ട് നൽകിയത് ക്രൊയേഷ്യ ആണെന്ന് ഓർക്കുക കേട്ടോ. ക്രൊയേഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വേദിയാണ്. 2025 SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ഏതാണ്? അത് ചൈനയാണ്. 2025 SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ഏതാണ്? ചൈനയാണ്. ചൈന. അപ്പോൾ 2025 SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദിയാണ് ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025 ഒന്നാമതെത്തിയ രാജ്യം സ്വീഡനാണ്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025 ആദ്യം എത്തിയ രാജ്യം സ്വീഡനാണ്. സ്വീഡൻ. സെക്കൻഡ് ഫിൻലാൻഡ് ആണ്. തേർഡ് പൊസിഷനിൽ ഡെൻമാർക്ക് ആണ്. ഓക്കെ, അപ്പോൾ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025 ഒന്നാമതെത്തിയത് സ്വീഡനാണ്.
2 ഫിൻലാൻഡ് ആണ്, 3 ഡെൻമാർക്ക് ആണ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം കൂടെ അറിഞ്ഞിരിക്കണേ. ഇന്ത്യ 71ാമത്തെ സ്ഥാനത്താണ്. ഇന്ത്യ 71ാമത്തെ സ്ഥാനത്താണ്. ഇൻഡെക്സ് ഏതാണ്? എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025 ആണ്. 1 സ്വീഡൻ, 2 ഫിൻലാൻഡ്, 3 ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 71ാമതാണ്. ഓക്കെ, അടുത്തത് ഒരു വിയോഗമാണ്. 2025 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? മാരുതി ചിറ്റമ്പള്ളിയാണ്. ആരാണ്? മാരുതി ചിറ്റമ്പള്ളിയാണ്. 2025 അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? മാരുതി ചിറ്റമ്പള്ളിയാണ്. 2025 ഇദ്ദേഹത്തിന് ഒരു പുരസ്കാരം ലഭിച്ചു, പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2025 ഇദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചിട്ടുണ്ടെന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 2025 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? മാരുതി ചിറ്റമ്പള്ളിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ ഖത്തറിലേക്ക് ഖത്തറിലേക്ക് റോസ് ഗുണമുള്ള ലിച്ചിയുടെ ആദ്യ ബാച്ച് കയറ്റി അയക്കപ്പെട്ടത് എങ്ങോട്ടാണ്? പത്താൻകോട്ടിലേക്കാണ്. അടുത്തിടെ ഖത്തറിലേക്ക് റോസ് ഗുണമുള്ള ലിച്ചിയുടെ ആദ്യ ബാച്ച് കയറ്റി അയക്കപ്പെട്ടത് പത്താൻകോട്ടാണ്. നോക്കുക, പത്താൻകോട്ടിലേക്കാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ട്രാഫിക് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ്? ദ്വാരക എക്സ്പ്രസിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ട്രാഫിക് സിസ്റ്റം നിലവിൽ വരുന്നത് ദ്വാരക എക്സ്പ്രസ് ന്യൂഡൽഹി ആണ്. നോക്കുക, ദ്വാരക എക്സ്പ്രസ് ന്യൂഡൽഹി. അടുത്തത് ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം 2025 വേദി ഏതാണ്? US ആണ്. ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം 2025 വേദിയാണ് US എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാഡ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള 4 രാജ്യങ്ങളാണ്. ഒന്ന് US, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ. US, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇത്രയും രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം 2025 വേദി US ആണെന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം ഒന്നുകൂടെ നോക്കാം. പ്രഥമ IGF ആർച്ചർ അമിത് സ്റ്റോറി ടെല്ലർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശാലിനി മുള്ളിക്കലാണെന്ന് ഓർക്കുക. 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയില് പ്രദർശനത്തിനായിട്ട് ഒരുങ്ങുന്ന മലയാള ചിത്രം ഏതാണ്? വിക്ടോറിയയാണ്. സംവിധാൻ ഹത്യാ ദിവസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ജൂൺ 25. 2025 പുറത്തുവിട്ട ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനത്തെത്തിയ നഗരം കോപ്പൻഹേഗനാണ്. 2ാമത്തെ സ്ഥാനത്ത് വിയന്നയാണ്. 3ാമത്തെ സ്ഥാനത്ത് സൂറിച്ചാണ്. വിരമിക്കൽ പ്രഖ്യാപിച്ച ചെക്ക് റിപ്പബ്ലിക് ടെന്നീസ് താരമാണ് ആരെന്ന് പറയുന്നത്? പെട്ര കവിത്ര എന്ന് പറയുന്നത്. മാലിന്യം നീക്കാൻ കർമ്മസേനാംഗങ്ങൾക്കായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയിട്ടുള്ള ഇലക്ട്രിക് ട്രൈ സൈക്കിളിന്റെ പേരാണ് ഹരിതവാഹിനി. എന്താണ്? ഹരിതവാഹിനി. ഫ്രഞ്ച് സർക്കാരിന്റെ 2025 ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് OM തിരുനാൾ ഗൗരി പാർവതി ഭായ്. ഓക്കെ, അടുത്തത് ഒരു പുസ്തകമാണ് ഡോക്ടർ ഹാർട്ട്. ഡോക്ടർ ഹാർട്ട് എന്ന പുസ്തകം എഴുതിയത് K. കുഞ്ഞാലിയാണ്. നോക്കുക കേട്ടോ, K. കുഞ്ഞാലി. അടുത്തിടെ വെസ്റ്റിന്റെ സംസ്കൃത വ്യാകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനമായിട്ട് നൽകിയ രാജ്യം ഏതാണ്? ക്രൊയേഷ്യയാണ്. 2025 SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദിയാണ് ചൈന എന്ന് പറയുന്നത്. എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025 1ാം സ്ഥാനത്തെത്തിയ രാജ്യം സ്വീഡനും, 2ാം സ്ഥാനത്ത് ഫിൻലാൻഡും, 3ാം സ്ഥാനത്ത് ഡെൻമാർക്കുമാണ്. ഇന്ത്യയുടെ സ്ഥാനം 71 ആണ്. 2025 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരനാണ് മാരുതി ചിറ്റമ്പള്ളി. അടുത്തിടെ ഖത്തറിലേക്ക് റോസ് ഗുണമുള്ള ലിച്ചിയുടെ ആദ്യ ബാച്ച് കയറ്റി അയക്കപ്പെട്ടത് പത്താൻകോട്ടിലേക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ട്രാഫിക് സിസ്റ്റം നിലവിൽ വരുന്നത് ദ്വാരക എക്സ്പ്രസിലാണെന്ന് ഓർക്കുക. ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം 2025 വേദിയാണ് US എന്ന് പറയുന്നത്. അപ്പൊ ക്വാഡിലെ ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. US ഉണ്ട്, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ. ഓക്കെ, അപ്പൊ നമ്മൾ ജൂൺ 2025 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റഡ് ആണ് കേട്ടോ. അപ്പൊ നാളെ മുതൽ നമ്മൾ ജൂലൈ 2025 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.